എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 9. ഇപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമൻ്റെ കഥയായിരിക്കും പറയുന്നത്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് രാമൻ്റെ കഥ പറയാനല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കഥ പറയാനാണ്. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നൊരു ചിന്ത, കർക്കിടക മാസത്തിൽ രാമൻ്റെ കഥയല്ലേ പറയുന്നത്, എന്തിനാണ് ഗുരുവായൂരപ്പൻ്റെ കഥ പറയുന്നതെന്നാണ്. കാരണം നമ്മുടെ ഈ കലിയുഗത്തിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രണ്ടും ഒരാളുടെ അവതാരം തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ. രണ്ടും ഒരു അവതാര ലക്ഷ്യമാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രനാവട്ടെ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനെ നിഗ്രഹിക്കാനാണ് അവതാരമെടുത്തിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ തൻ്റെ മാതുലനായിട്ടുള്ള കംസനെ നിഗ്രഹിക്കാനാണ് അവതാരം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് വരുന്ന ഗുരുവായൂരപ്പൻ ഒരാളെ മാത്രം അവിടെ ചെന്ന് കണ്ടു. കുറൂരില്ലത്തെ ഗൗരി അന്തർജനം, സാക്ഷാൽ കുറൂരമ്മ. തൻ്റെ 12-ാം വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ആ പാവം ബ്രാഹ്മണ സ്ത്രീക്ക് ക്ഷേത്ര ദർശനം പാടില്ലാത്രേ. അതിനെന്താ, ഞാൻ എൻ്റെ അമ്മയെ അങ്ങോട്ട് പോയി കാണുമല്ലോ എന്ന് പറഞ്ഞാണ് ഗുരുവായൂരപ്പൻ ആ അമ്മയെ അങ്ങോട്ട് കാണാൻ പോയത്. അതാണ് ഗുരുവായൂരപ്പൻ അമ്മമാർക്ക് കൊടുക്കുന്ന പ്രിവിലേജ്. മറ്റാർക്കും ഈ പ്രിവിലേജ് കിട്ടില്ല. കാരണം അതാണ്, ഒരു അമ്മ നെഞ്ച് പൊട്ടി വിളിച്ചാൽ, എൻ്റെ കണ്ണ എന്ന് നെഞ്ച് പൊട്ടി വിളിച്ചാൽ ആ അമ്മയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഇറങ്ങിപ്പോയി. അതാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത് തന്നെ, നമ്മളെ ഇത്രയും പഠിപ്പിച്ചു വലുതാക്കിയ മാതാപിതാക്കളെ ഒരു ഘട്ടം വരുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലും മറ്റ് ഉപേക്ഷിച്ച് പോകുന്ന മക്കളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളെ ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളെ ഇത്രയും ജനിച്ചപ്പോൾ തൊട്ട് നിങ്ങളെ ഒരു തളർച്ചയും സംഭവിക്കാതെ നിങ്ങളെ പോറ്റി വലുതാക്കി നല്ലൊരു ഉന്നതിയിലെത്തിച്ച ആ മാതാപിതാക്കളെ നിങ്ങൾ ഒന്നുപോലെ നോക്കുക. അതാണ് ഈ കഥയിലൂടെ ഞാൻ പറയുന്നത്. നന്ദി.